ഹലോ ഗായ്സ്, അപ്പോൾ ഓണമൊക്കെ ഇങ്ങ് ആകാനായില്ലേ. അപ്പം നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു ഓണം മേക്കപ്പ് ലുക്ക് നോക്കിയാലോ. അപ്പോൾ ഈ ഒരു ലുക്കിന് വേണ്ടി നമുക്ക് നമ്മുടെ സ്കിന്നൊന്ന് പ്രിപ്പയർ ചെയ്തെടുക്കണം. അതായത് ആക്നി മാർക്സിന് അറിയില്ലല്ലോ ഇത് ഓണമാണെന്നൊന്നും. അപ്പോൾ നമ്മുടെ സ്കിൻ പറ്റാവുന്നത്ര നന്നായിട്ട് നോക്കുക. അപ്പം ഞാൻ ആദ്യം തന്നെ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മോയ്സ്ചറൈസർ ഇട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വേണം കേട്ടോ പ്രൈമർ ഇട്ട് കൊടുക്കാൻ. അതിലെല്ലാം കൂടെ മിക്സായി മൊത്തം പാച്ചിയായി പോകും. അതുകൊണ്ട് മേക്കപ്പ് നന്നായിട്ടിരിക്കണമെങ്കിൽ മോയ്സ്ചറൈസറും പ്രൈമറും എന്തായാലും നന്നായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അതിൽ ഈ പ്രൈമർ വേണ്ട സ്ഥലങ്ങളിൽ മാത്രം യൂസ് ചെയ്താൽ മതി. കാണുന്നിടത്തെല്ലാം വാരി തൂക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ എൻ്റെ ഫേസിൽ നിന്ന് ടാൻ അടിച്ചിരിക്കുക കേട്ടോ. അതായത് കറുത്ത ഭാഗങ്ങളുള്ളിടത്ത് മാത്രം നമുക്കൊന്ന് കറപ്ഷൻ ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് കൺസീലറായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അതുകൊണ്ട് പിന്നീട് ഒരു കൺസീലർ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ കറപ്ഷൻ ചെയ്ത് കൊടുത്ത ഉടനെ തന്നെ അപ്പം നമുക്ക് ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുക്കുന്നത് PSCയുടെ ഫൗണ്ടേഷനാണ് കേട്ടോ. കുറേ നാളായിട്ട് ഈ ഒരു ഫൗണ്ടേഷനാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. അതായത് നമുക്ക് ബ്രൈഡൽ മേക്കപ്പിന് പോലും ഈ ഒരു ഫൗണ്ടേഷൻ അത്യാവശ്യം നല്ല രീതിയിൽ യൂസ് ചെയ്യാം കേട്ടോ. വലുതായിട്ടൊന്നും ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. ജസ്റ്റ് ഒരു ടച്ചപ്പ് മാത്രമേ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഞാൻ ബനാന പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതെ, ഇനി ഐബ്രോസ് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ ഐബ്രോസിന് അത്യാവശ്യം നല്ല കട്ടിയുണ്ട് കേട്ടോ, ഷേപ്പും ഉണ്ട്. അപ്പം ഞാൻ അധികം അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നില്ല. ജസ്റ്റ് ആ ഒരു ബ്രഷ് വെച്ച് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് കൺസീലർ വെച്ച് ജസ്റ്റ് ഒന്ന് ഐബ്രോസ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഐബ്രോസ് കുറച്ചുകൂടി എടുത്ത് നിൽക്കും കേട്ടോ. അതായത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും ബെറ്ററായിട്ട് എനിക്കത് തോന്നി. അതുകൊണ്ട് ഞാൻ കേട്ടോ അത് ചെയ്ത് കൊടുത്തേ. ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ആ ബ്രഷ് വെച്ചൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഐ ഷാഡോ ഇട്ട് കൊടുക്കാം കേട്ടോ. അത്യാവശ്യം എല്ലാ നല്ല കളേഴ്സും ഇതിലുണ്ട് കേട്ടോ. അപ്പം ഞാൻ ലൈറ്റായിട്ട് ഒരു സിൽവർ കളർ പോലത്തെ കളറാട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു കളർ കൊടുക്കുമ്പോഴത്തേക്കും ജസ്റ്റ് കണ്ണൊന്ന് എടുത്ത് നിൽക്കും കേട്ടോ. അതായത് നമ്മൾ സ്മോക്കേഴ്സോ അല്ലെങ്കിൽ വേറെ കുറച്ച് ഡാർക്കായിട്ട് കളർ കൊടുക്കുമ്പോഴത്തേക്കും കണ്ണ് കുറച്ചുകൂടി ഇരുണ്ട് പോകും കേട്ടോ. എന്തായാലും നമ്മൾ കണ്ണ് എഴുതുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് അവിടെ കുറച്ച് എടുത്ത് നിൽക്കുന്ന കളർ കൊടുക്കാൻ നോക്കുക. ഞാൻ ഹിമാലയൻ്റെ കാജലാട്ടോ എപ്പോഴും യൂസ് ചെയ്യുന്നത്. ബാക്കിയുള്ള കാജൽ യൂസ് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് കണ്ണിന് ചൊറിച്ചിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരും കേട്ടോ. മേക്കപ്പ് ഇടുന്നതുകൊണ്ടാട്ടോ ഞാനിപ്പോൾ കണ്ണ് എഴുതുന്നത്. അല്ലെങ്കിൽ ഞാൻ പുതിയ കണ്ണൊന്നും എഴുതാറില്ല. എൻ്റെ കണ്ണിൻ്റെ അടിയിൽ നല്ല കറുത്തിട്ടായിരിക്കുന്നത്. അപ്പോൾ കണ്ണും കൂടി എഴുതുമ്പോഴത്തേക്കും നന്നായിട്ടത് എടുത്തറിയും കേട്ടോ. അപ്പം നിങ്ങൾക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതുക. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡ് നമ്മൾ വിങ്സ് എഴുതി കൊടുക്കുന്നതല്ലേ. അപ്പം ഞാൻ എവിടെ പോവുകയാണെങ്കിൽ ഞാൻ വിങ്സ് എഴുതത്തുള്ളൂ കേട്ടോ. നമ്മൾ വിങ്സ് ഇടുമ്പോൾ മുകളിലോട്ട് കുറച്ച് ആക്കി എഴുതുവാണെങ്കിൽ നമ്മുടെ ഫേസ് കുറച്ചുകൂടെ തിന്നായ പോലെ തോന്നും കേട്ടോ. അല്ലെങ്കിൽ കുറച്ചുകൂടെ ലെങ്ത്ത് വരും. എൻ്റെ ഫേസ് ഒന്നാമത് ഓൾ ഷേപ്പ് ആയതുകൊണ്ട് കുറച്ച് വിങ്സ് ഇട്ട് എഴുതുന്നതായിരിക്കും എനിക്ക് കൂടുതലും ചേരുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കാം. ലിപ്പ് ലൈൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ചുണ്ടിന് കുറച്ചുകൂടെ ഷേപ്പ് കിട്ടും കേട്ടോ. അതുകൊണ്ട് ലിപ്സ്റ്റിക് ഇടുമ്പോൾ ഒക്കെ ഒന്ന് ലിപ്പ് ലൈൻ ചെയ്ത് കൊടുത്തേക്ക്. ലിപ്സ്റ്റിക് ഇടുമ്പോൾ എൻ്റെ എപ്പോഴത്തെയും കൺഫ്യൂഷനാട്ടോ, ഏത് കളർ ഇടും. റെഡ് വേണോ അതോ പിങ്ക് വേണോ? എനിക്ക് കൂടുതലും തോന്നിയിട്ടുള്ളത് പിങ്ക് ഷെയ്ഡ് എനിക്ക് ചേരുന്നതായിട്ടാട്ടോ. പക്ഷേ ഈ ഒരു ലുക്കിന് പിങ്കിനേക്കാൾ ചേരുന്നത് റെഡായിരിക്കും. അപ്പം അതുകൊണ്ട് റെഡ് ഇട്ട് കൊടുക്കാം. ഇതിൽ ഇഷ്ടംപോലെ ഷെയ്ഡ് ഉണ്ട് കേട്ടോ. റെഡ് തന്നെ ഒത്തിരി വേരിയേഷൻസ് ഉള്ള കളറുണ്ട്. അപ്പോൾ അതിൽ ഏത് ഇടണമെന്ന് എനിക്ക് ആദ്യം ഭയങ്കര കൺഫ്യൂഷനായിരുന്നു കേട്ടോ. ഇതിപ്പോൾ മാർസിൻ്റെ ലിപ്സ്റ്റിക് പാലറ്റാണ് കേട്ടോ. ആദ്യം ഞാൻ ഇതിൽ കണ്ട റെഡ് ഷെയ്ഡ് എടുത്തായിരുന്നു. പിന്നെ അതെനിക്ക് മാച്ചായിട്ട് തോന്നിയില്ല. അപ്പോൾ ഇതിലുള്ള എല്ലാ റെഡ് ഷെയ്ഡും മിക്സ് ആക്കിയിട്ട് അവസാനം ഞാൻ ഇട്ടത്. എന്നാന്നറിയത്തില്ല, ലിപ്സ്റ്റിക്ക് കാണുമ്പോൾ മാത്രമേ എനിക്ക് വാരി കോരി എടുത്തിടാൻ തോന്നൂ കേട്ടോ. സാധാരണ ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു കളർ ചൂസ് ചെയ്യുകയാണെങ്കിലും അവസാനം അത് കറങ്ങി തിരിഞ്ഞ് ആ ഒരു ഏതെങ്കിലും ഒറ്റ കളറിലായിരിക്കും കേട്ടോ ചെന്ന് നിൽക്കുന്നത്. എനിക്കിതിനേക്കാളൊക്കെ ഇഷ്ടം സ്റ്റിക്കായിട്ടുള്ള മേക്കപ്പ് യൂസ് ചെയ്യാനാണ് കേട്ടോ. അതായത് ലിക്വിഡ് ആണെങ്കിൽ അത് ചിലപ്പോൾ പെട്ടെന്ന് തീരും. പക്ഷേ ഇതാകുമ്പോൾ നമുക്ക് കുറേ നാൾ കൂടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ലേ. അങ്ങനെ എല്ലാ കളറും കൂടെ മിക്സാക്കിയിട്ട് ഏതോ ഒരു കളറാക്കി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എത്രയൊക്കെ ചെയ്തിട്ട് എനിക്ക് തൃപ്തി വരുന്നില്ല. അവസാനം ആ കളറിൽ തന്നെ ഞാൻ ഉറച്ചു തിന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി കോണ്ടൂർ ചെയ്ത് കൊടുക്കാം. എൻ്റെ അടുത്ത് പൗഡറായിട്ടുള്ള കോണ്ടൂറും ഉണ്ട്, കുറച്ച് ലിക്വിഡ് പോലത്തേതും ഉണ്ട്. അപ്പോൾ കുറച്ച് ലിക്വിഡ് പോലത്തെയാണ് കുറച്ചുകൂടെ മാച്ച് ചെയ്യുന്നത് എനിക്ക് തോന്നി. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലുള്ള സൗണ്ടൊക്കെ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. ഭയങ്കര നോയ്സിയാണ്. അപ്പോൾ ഉള്ള ഇതിൽ വെച്ചാട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പം ഞാൻ കോണ്ടൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്ലഷ് ഇട്ട് കൊടുക്കാം. ലിക്വിഡ് ബ്ലഷിനേക്കാളും എനിക്കിഷ്ടം പൗഡർ ബ്ലഷാട്ടോ. ക്രീമി ആയിട്ടുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ ഫേസ് കുറച്ചുകൂടെ ഒട്ടിയതായിട്ടാട്ടോ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ പറ്റുന്നത്തെ ക്രീമി ആയിട്ടുള്ള സാധനങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. അങ്ങനെ ഞാൻ ബ്ലഷ് ഇട്ട് കൊടുത്തു. ബ്ലഷ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവമായിട്ട് ഹൈലൈറ്റർ ഇടുന്നത്. അതായത് നമ്മളിപ്പോൾ മേക്കപ്പ് ഒന്നും ചെയ്തില്ലെങ്കിലും നമ്മുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഏരിയയിൽ അതായത് ഇട്ട് കൊടുക്കുക. മെയിനായിട്ട് നോസിലും പിന്നെ നമ്മുടെ ചീക്സിൻ്റെ ഏരിയയിലായിട്ട് ഇട്ട് കൊടുക്കേണ്ടത്. അതായത് ഇതിടുമ്പോൾ തന്നെ വല്ലാത്തൊരു ഗ്ലോ വരും കേട്ടോ. ഈ ഹൈലൈറ്റർ തന്നെ സിൽവർ കളർ ഉള്ളതുകൊണ്ട് ഗോൾഡൻ കളർ ഉള്ളതുകൊണ്ട്. പിന്നെ സിൽവർ കളർ ഇടുമ്പോൾ കേട്ടോ കുറച്ചും കൂടെ എന്തോ ഒരു വല്ലാത്ത ഗ്ലോ കിട്ടുന്നത്. അപ്പോൾ മേക്കപ്പ് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി ഡ്രസ്സ് മാറ്റിയിട്ട് വരാം.
അപ്പോൾ ഗൈസ് ഇതാട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ്, അതായത് സാരി, പിന്നെ ഇതിൻ്റെ ബ്ലൗസൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഇതിന് മാച്ചിങ് ആയപ്പം ഞാൻ അങ്ങ് എടുത്തിട്ടേ ഉള്ളൂ. അപ്പം ഇതിന് തന്നെ ചേരുന്ന ബാംഗിൾസ് എൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ ഗോൾഡൻ കളറിൽ ഗ്രീനും പിന്നെ റെഡും ആയിട്ടുള്ള ഇതാട്ടോ ഞാൻ ഇടുന്നത്. വേറെ സിംഗിൾ ഞാൻ നോക്കിയിരുന്നു, പക്ഷെ അതൊന്നും എനിക്ക് ചേരത്തില്ല. അപ്പോൾ 2 കയ്യിൽ ഞാൻ വളയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്കിനി മാല ഇട്ട് കൊടുക്കാം. എൻ്റെ അടുത്ത് വേറൊരു മാലയുണ്ട് കേട്ടോ, പക്ഷേ ഇതാണ് എനിക്ക് കുറച്ചുകൂടി ഇടാൻ തോന്നിയത്. മറ്റേത് കുറച്ചുകൂടെ ഹെവി ആട്ടോ. പിന്നെ ഞാനിതിന് ഒരു ജിംക്കി ആട്ടോ വേറെ ഇന്ന് ചുംക്ക. ബാക്കിയുള്ളതൊന്നും എൻ്റെ ഫേസ് ഒന്നാമത് കുഞ്ഞായതുകൊണ്ട് എനിക്കൊന്നും ചേരത്തില്ല. അപ്പോൾ ഇതാട്ടോ ഞാൻ പറഞ്ഞ ഒരു ഇത്, പക്ഷേ അതിന് നല്ല വെയിറ്റ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇത് തന്നെ ഇട്ടേ. പിന്നെ പൊട്ടും കൂടെ വെച്ച് കൊടുക്കാം. വേറെ ഒന്നും ഇല്ലെങ്കിലും പൊട്ടാണല്ലോ നമ്മുടെ മെയിൻ. പിന്നെ ഹെയർ സ്റ്റൈൽ ഞാൻ വേറെ കുറേ നോക്കിയായിരുന്നു, അപ്പോൾ അതൊന്നും എനിക്ക് ചേരാത്ത പോലെ എനിക്ക് തോന്നി, എന്താണെന്നറിയത്തില്ല. പിന്നെ ഞാനങ്ങ് അഴിച്ചിട്ടു കേട്ടോ. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പം നമുക്ക് അധികം മേക്കപ്പൊന്നുമില്ല, സിമ്പിളായിട്ട് ഒരുങ്ങാൻ പറ്റുന്ന മേക്കപ്പൊക്കെ ഉള്ളൂ. അപ്പോൾ ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യുക.